എന്താണ് ധനുഷും നയൻതാരയും തമ്മിലുള്ള ഇഷ്യൂ? എന്താണ് സംഭവം? ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജൂൺ 9, 2022 നയൻതാരയും വിഘ്നേഷ് ശിവനും കൂടെ മാരേജ് ചെയ്യുന്നത്. അപ്പൊ തന്നെ വന്നൊരു ന്യൂസ് ആയിരുന്നു, ഇവരുടെ മാരേജ് നെറ്റ്ഫ്ലിക്സിന് ഒരു റൈറ്റ്സ് മേടിച്ചു, അവരൊരു ഡോക്യുമെന്ററി ആയിട്ട് പിന്നീട് വരും എന്നുള്ള കാര്യം. എത്ര എമൗണ്ടിനാണ് നെറ്റ്ഫ്ലിക്സ് റൈറ്റ്സ് മേടിച്ച് എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പൊ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാ വെച്ച് കഴിഞ്ഞാൽ 10 കൊല്ലം മുന്നേ 2015 നാനും റൗഡിദാൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ വിഘ്നേഷ് ശിവൻ ഡയറക്ട് ചെയ്യുന്നത്. നയൻതാരയായിരുന്നു അതിലെ നായിക. ആ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് ഈ ഡയറക്ടറും നായികയും തമ്മിൽ കണ്ടുമുട്ടുന്നതും അവരുടെ റിലേഷൻഷിപ്പ് തന്നെ സ്റ്റാർട്ട് ആവുന്നതും. അപ്പൊ ആരാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനുഷാണ്. വണ്ടർ ബാർ ഫിലിംസ് എന്നുള്ള ധനുഷിന്റെ കമ്പനിയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നയൻതാരയ്ക്ക് ഇപ്പൊ എന്ത് വേണം? ആ ഫസ്റ്റ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ആ സംഭവം ഉണ്ടല്ലോ, ആ സിനിമയിലെ കുറച്ച് വീഡിയോസും ക്ലിപ്സുകളൊക്കെ കാണിക്കണം. അപ്പൊ അതിനുവേണ്ടി പ്രൊഡ്യൂസറിന്റെ അടുത്ത് NOC ചോദിച്ചിട്ട് 3 വർഷം വെയിറ്റ് ചെയ്തു എന്നാണ് നയൻതാര പറയുന്നത്. എന്നിട്ട് അവസാനം അതൊന്നും കിട്ടാതെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇവരെന്നെ മൊബൈലിൽ എടുത്തിട്ടുള്ള ബിഹൈൻഡ് ദി സീൻസ് ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള ഒരു വീഡിയോ ഇവര് ഒരു ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുന്നേ. അതിൽ അവർ ആഡ് ചെയ്തു 2-3 സെക്കൻഡ് എങ്ങാണ്ടുള്ള അവർ മൊബൈലിൽ എടുത്ത ആ ഒരു വീഡിയോ ഞങ്ങളുടെ അനുവാദം കൂടാതെ ആ വീഡിയോ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ധനുഷിന്റെ കമ്പനി 10 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് നയൻതാരയ്ക്ക് അയച്ചു. അത് കിട്ടിയപ്പോഴാണ് നയൻതാര ഇങ്ങനെ വലിയൊരു പോസ്റ്റ് ഇങ്ങനെ ഇട്ടത്. ഇതിൽ ഒരുപാട് അക്യൂസേഷൻസ് പറയുന്നുണ്ട്. ധനുഷ് നെപ്പോട്ടിസം ആണ്, ധനുഷ് നിങ്ങൾ കാണുന്ന പോലെയല്ല ശരിക്കുള്ള സ്വഭാവം, സിനിമയിൽ കാണിക്കുന്നതിന്റെ പകുതിയെങ്കിലും നന്മ ഇപ്പൊ കാണിക്കണം, പേഴ്സണൽ അറ്റാക്ക് ആണിത്, എന്റെയും ഭർത്താവിന്റെ എതിരെ എന്നൊക്കെ വരെ പറയുന്നുണ്ട്. ഇത്രയും വലിയൊരു അക്യൂസേഷൻ ഒഫീഷ്യലായിട്ട് ഇങ്ങനെ ഒരു നടി നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ റിയാക്ഷൻ ധനുഷ് ഫാൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും നയൻതാരനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിനൊക്കെ വേറൊരു പെർസ്പെക്റ്റീവിൽ നോക്കി കണ്ടു കഴിഞ്ഞാൽ ഒരാഴ്ച മുന്നേ ആണ് ഇവരുടെ ഡോക്യുമെന്ററിന്റെ ട്രെയിലർ ഇറങ്ങുന്നത്. അങ്ങനെ ഒന്നും ആയിട്ടില്ല, കുറെ പേരൊന്നും കണ്ടിട്ട് പോലും. அடிக்கடி சொல்லுவேன்.